ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്രാ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയുടെയും അതുപോലെ പത്തനംതിട്ട ജില്ലയുടെയും മനോഹരമായ പ്രദേശത്ത് കൂടിയാണ് യാത്ര. എല്ലാവരും വന്യമൃഗങ്ങളെ കാണാൻ വരുന്ന ഒരു ഏരിയ, അതായത് കല്ലേരി കോന്നി വഴി നമ്മൾ അച്ചൻകോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മനോഹരമായ വനത്തിന്റെ ദൃശ്യങ്ങൾ. ആനകളും കാട്ടുപോത്തുകളും എല്ലാം മേയുന്ന വന്യ മനോഹരമായ ഒരു വനപ്രദേശമാണ് കോന്നി അച്ചൻകോവിൽ യാത്ര. നല്ല സാഹസികരായ സഞ്ചാരികൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ ശ്രദ്ധിച്ചു പോകണം. അപകട മേഖലയാണ്. എപ്പോഴും വന്യമൃഗങ്ങൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അച്ചൻകോവിലാർ ഒരു സ്ഥലത്ത് കൂടി ഒഴുകുന്നു. ഇപ്പം മഴക്കാലമാണ്. നല്ല കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ യാത്രാ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. യാത്രാ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാം അല്ലേ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ചും മലയാളികൾ. ഏറെയും പ്രകൃതിയിലണിഞ്ഞ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ എല്ലാ യാത്രയും എല്ലാവർക്കും പറ്റില്ല എന്നുള്ളതാണ്. അതിസാഹസികമായ വനയാത്രകൾ, അതുപോലെ തന്നെ കുന്നുകളിലേക്കുള്ള ട്രെക്കിംഗ് യാത്രകൾ, ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിന്റെ റിസ്ക് തന്നെയാണ്. എങ്കിലും ആ യാത്രകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് യാത്ര. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ യാത്ര. കൊല്ലം പത്തനംതിട്ട ജില്ലകളെ ബന്ധിക്കുന്ന കോന്നി അച്ചൻകോവിൽ വനപാത അതിസാഹസിക യാത്ര തന്നെയാണ്. കാട്ടുപോത്തും കാട്ടാനയും കടുവയും കരടിയും മ്ലാവും എല്ലാം ഉണ്ട് വനത്തിൽ. വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യണം. അങ്ങനെ ഒരു യാത്രയിലാണ് പത്തനംതിട്ട വഴി കോന്നി വഴി കല്ലേരി അപ്പുപ്പൻകാവിന് അടുത്ത് നിന്നും നേരെ നിങ്ങൾക്ക് അച്ചൻകോവിലേക്ക് യാത്ര ചെയ്യാം. ചെമ്പനരുവി എന്ന മനോഹരമായ വനപാതയിൽ എത്തിച്ചേരുകയും ചെയ്യും. പക്ഷേ ചില നിബന്ധനകളുണ്ട് വനത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ. വന നിയമങ്ങൾ പാലിക്കണം, വന്യമൃഗങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുണ്ട്. വനപാതയുടെ അരികിലൂടെ പോകുന്ന അച്ചൻകോവിലാറും അതിന്റെ മനോഹര കാഴ്ചകളും വെള്ളം കുടിക്കാനെത്തുന്ന മൃഗങ്ങളുമൊക്കെ ഇവിടെ കാഴ്ചയാണ്. കല്ലേലി അപ്പുപ്പൻകാവ് കഴിഞ്ഞാൽ കൊക്കാത്തോട് പാലം കഴിഞ്ഞ വള്ളത്തോട് തിരിഞ്ഞാണ് അച്ചൻകോവിലേക്ക് യാത്ര ചെയ്യുക. ഏറ്റവും മനോഹരമായ വന്യമായ നിബിഡ വനപ്രദേശം തന്നെയാണിത്. ആരും കുറച്ചു നേരമൊക്കെ പ്രകൃതിയുടെ പരിലാളനത്തിൽ രസിച്ചങ്ങനെ ലയിച്ചിരുന്നു പോകും. അത്രയ്ക്ക് മനോഹരമാണ് വനവന്യതയുടെ കാഴ്ച. ആനശല്യമുണ്ടോ? ഞങ്ങൾക്ക് അച്ചൻകോവിലോട്ട് പോകുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങോട്ട് വണ്ടി പോവുക, പാലം പണി അവിടെ പൊളിഞ്ഞിടന്നില്ലേ? അണ്ണാ 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 അച്ചൻകോവിലോട്ട് അച്ചൻകോവിലോട്ട് വണ്ടി പോവോ? ഇത് പോവും. അല്ല, ഈ ഇത് പൊളിഞ്ഞു കിടന്നില്ലായിരുന്നു ഇടയ്ക്ക്. ആനയുണ്ടോ? ആനയുണ്ടോ? ആന ഉണ്ടാവുന്ന ആനയുണ്ട്. അല്ല, ഇന്നലെ രാത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വണ്ടി ബൈക്കിൽ പോകുന്ന കുഴപ്പമുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നില്ല, ആനപ്പള്ളി ഇട്ടേക്കുന്നത്. ആ, വണ്ടി പോകും, കുഴപ്പമില്ല. ഓക്കെ. നല്ല മഴക്കാലമാണ്. അതിനാൽ യാത്രയും ക്ലേശകരമാണ്. നടുവത്തൂർ മൊഴി ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ കൊക്കാത്തോട് ചെന്നെത്തുമ്പോൾ വലത്തോട്ട് അതിദുർഘടമായ പാതയാണ്. ഒരു ഓഫ് റോഡ് യാത്ര എന്ന് തന്നെ പറയാം. യാത്രയ്ക്ക് മുമ്പ് വനംവകുപ്പിന്റെ അനുമതി വാങ്ങുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സൗകര്യമുണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായാൽ അവരെ അറിയിക്കുവാനും പറ്റും. അപ്രതീക്ഷിതമായി വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ വളരെ പതുക്കെ ഓടിച്ചു പോകണം എന്ന് മാത്രം. മഴക്കാലമായതിനാൽ കാണാൻ തന്നെ വലിയ രസമാണ് കാഴ്ചകൾ. ഈ കാണുന്നതാണ് കൊക്കാത്തോട് പാലം. പക്ഷെ നമുക്ക് ഈ പാലത്തിൽ കൂടി അപ്പുറത്തേക്ക് പോകണമെന്നില്ല. ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രം വാഹനം പാലത്തിൽ നിന്ന് കൂടി ഓടിച്ചു എന്ന് മാത്രമാണ്. തിരിച്ച് വീണ്ടും വന്ന് നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോഴാണ് നമ്മളുടെ മനോഹരമായ ഒരു യാത്ര തുടങ്ങുന്നത്. കോന്നി വനം ഡിവിഷനിലെ നടുവത്തുമൂടി മണ്ണാറപ്പാറ റേഞ്ചുകളിലൂടെ കടന്നു പോകുന്ന വനപാത ആരെയും ആകർഷിക്കും. ഇതുവഴി കാടറിഞ്ഞ് കൗതുക കാഴ്ചകൾ കണ്ട് അച്ചൻകോവിൽ കോന്നി വനപാതയിലൂടെ സഞ്ചരിക്കാം. കല്ലേരിയിലെ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അനുമതി ലഭിച്ചാൽ കൂടുതൽ സുഗമമാകും യാത്ര. വനപാതയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന അച്ചൻകോവിലാറും വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടമൃഗങ്ങളും വിസ്മയ കാഴ്ചയായി മാറും നിങ്ങൾക്ക്. മണ്ഡലകാലമാകുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ കാൽനടയായി ശബരിമലയിലേക്ക് പോകുന്ന ഒരു കാനന പാത കൂടിയാണ് അച്ചൻകോവിൽ കോന്നി വനപാത. ധാരാളം അയ്യപ്പ ഭക്തന്മാർ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കൂട്ടമായും ഒറ്റയ്ക്കും ഇതുവഴി നടന്നു പോകാറുണ്ട്. ഈ നിബിഡ വനപാതയിൽ കൂടി ശരണം വിളിച്ചു പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഏതു സമയത്തും വന്യമൃഗങ്ങൾ ഈ പാതയിൽ കാണാം. പാതയിലെ ഒളികളിൽ വൈകിട്ട് പതിവായി അച്ചൻകോവിലാറ്റിൽ മ്ലാവിൻകൂട്ടം വെള്ളം കുടിക്കാനെത്തും.
പലപ്പോഴും കാട്ടുപോത്തുകളെയും ഇവിടെ കാണാം. സർക്കാർ ആനപിടുത്തം നിരോധിച്ചതിന് ശേഷം കാട്ടാനകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. യാത്രക്കിടയിൽ യാത്രക്കാർക്കോ വാഹനത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകം അറിയാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഈ വനപാതയിൽ. വനയാത്രയിൽ ആദ്യം നമ്മളെ വരവേൽക്കുക കാട്ടുപോത്തോ കാട്ടാനക്കൂട്ടമോ ഒക്കെയാകാം. അത്രയ്ക്കും വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഈ അച്ചൻകോവിൽ വനപാത. അച്ചൻകോവിലാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മഴ ചിലപ്പോൾ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിനും കാരണമാകും. വനയാത്രയിൽ ആദ്യം നമ്മളെ സ്വീകരിച്ചത് തന്നെ അപ്പോൾ ഇട്ടുപോയ ആനപ്പിണ്ടത്തിന്റെ കാഴ്ചകളാണ്. തൊട്ടടുത്ത് ആനയുടെ ഗന്ധം ഇങ്ങനെ മുറ്റി നിൽക്കുന്നു. ആനകൾ പോയ വഴിത്താരയും കാണാം. ഏതായാലും അധിക നേരമൊന്നും അവിടെ ഇറങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ചില ദൃശ്യങ്ങളൊക്കെ പകർത്തി വീണ്ടും മുന്നോട്ട് യാത്ര തുടരാൻ തീരുമാനിച്ചു. ദുർഘടമായ പാതയാണ്, കാരണം വനപാതയാണല്ലോ. എപ്പോഴും മഴയും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ വനത്തിന്റെ പ്രശ്നങ്ങളുമൊക്കെ ഓരോ പാതയെയും ഇതുപോലെയാക്കി തീർക്കും. എങ്കിലും സാഹസിക സഞ്ചാരികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. സഞ്ചാരികളുടെ മനസ്സിൽ ഭയം നുരഞ്ഞു പൊങ്ങുന്ന ഒരു യാത്ര തന്നെയാണ് കോന്നി അച്ചൻകോവിൽ വനപാതയിലെ യാത്ര. ഏത് നിമിഷമാണ് ഒരു വന്യമൃഗം മുന്നിൽപ്പെടുക എന്ന് ആലോചിച്ച് വേണം വാഹനം ഓടിക്കുവാൻ. ഇവിടെ വനം കൂടിയാണ്. മഴക്കാലമായതിനാൽ അടിക്കാടുകൾ വളർന്ന് ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ പെട്ടെന്ന് വന്യമൃഗങ്ങളെ കാണുവാനും സാധിക്കില്ല. ആനകളാണെങ്കിൽ പതിയെ അനങ്ങാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യും. ഏതായാലും നമ്മൾ വനമറിഞ്ഞ് യാത്ര ചെയ്താൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാകില്ല. ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അച്ചൻകോവിലാറിന്റെ സമീപത്തൊക്കെ ആനകളൊക്കെ മെയ്ത കാഴ്ച ദൂരെ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരുപാട് ജീവജാലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ജൈവ വൈവിധ്യങ്ങളുടെ അനുഭവമാണ് കാട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ പിന്നാലെ വരുന്ന എന്റെ സുഹൃത്തുക്കളായ കൂട്ടുകാരാണ്. അപ്പോൾ ഞങ്ങൾ 2 വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വനത്തിന്റെ വന്യതയും പച്ചപ്പിന്റെ കാഴ്ചകൾക്കുമിടയിൽ വേഴാമ്പലൊക്കെ ഇങ്ങനെ മരങ്ങളിൽ ഇരുന്ന് ഇര തേടാനായിട്ടിരിക്കുന്ന കാഴ്ചയും അതുപോലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട് കേട്ടോ. അപ്രതീക്ഷിതമായി ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു വനമേഖലയുടെ യാത്രാ സൗന്ദര്യം നിങ്ങൾക്ക് തരികയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു പാലം തകർന്ന് കിടക്കുന്ന ഇടയ്ക്കൂടെ വനത്തിൽ കൂടി വളഞ്ഞൊരു വഴിയുമുണ്ട്. അതുവഴി പോകുമ്പോഴും മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കാണാൻ പറ്റില്ല. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ മഴക്കാലത്ത് വലിയ വെള്ളച്ചാട്ടമായി മാറും. ഇതൊക്കെ ഒരു കോന്നി അച്ചൻകോവിൽ പാതയുടെ പ്രത്യേകതയാണ്. ചതുപ്പ് നിറഞ്ഞ റോഡിൽ കൂടിയും അതിസാഹസികമായുള്ള യാത്രയും സാഹസിക സഞ്ചാരികളെ വളരെ സന്തോഷിപ്പിക്കും എന്നത് ഉറപ്പാണ്. മഴക്കാലമായതിനാൽ പച്ച വിരിച്ച വനപാതയിൽ കൂടിയുള്ള യാത്ര ഒന്നും പറയണ്ട. എത്ര പറഞ്ഞാലും മതി വരില്ല. പക്ഷെ എല്ലാവർക്കും ഒരു അനുഭവം ഇവിടെ കിട്ടണമെന്നില്ല. കാരണം എല്ലാവർക്കും യാത്രയെ പറ്റിയ സ്ഥലമല്ല. അപൂർവയിനം പക്ഷികളുടെ ഒരു സങ്കേതമാണ് ഈ വനപ്രദേശം. അതുപോലെ അപൂർവയിനം മറ്റ് ജീവജാലങ്ങളും ഒക്കെ ധാരാളമുണ്ട്. രാജവെമ്പാല അടക്കമുള്ള ഇഴജന്തുക്കൾ ധാരാളമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചൊന്ന് പോകണം എന്ന് മാത്രം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആനപ്പിണ്ടങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയും ആനകളുടെ ചൂരുമൊക്കെ അടിച്ചു തുടങ്ങും. ഇടയ്ക്ക് മയിലുകളുടെ ഒരു കാഴ്ച നമ്മളെ ആകർഷിക്കുകയും ചെയ്യും. പാലത്തിലിരിക്കുന്ന മയിൽ നമ്മളെ കൊണ്ടൊന്ന് പെട്ടെന്ന് ഞെട്ടിയോ എന്ന് തോന്നുന്നു. പറന്നു വരാനുള്ള ഒരു സംവിധാനത്തിലാണ്. പറന്നു കഴിഞ്ഞു. അങ്ങനെ കാഴ്ചകൾ കണ്ട് നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ഒരു വിശ്രമ സ്ഥലം എന്ന പോലെയാണ് മണ്ണാറപ്പാറയിലെ ഫോറസ്റ്റിന്റെ ആന്റി കോച്ചിങ് ക്യാമ്പിൽ എത്തുന്നത്. അവിടെ നിന്നും വീണ്ടും നമുക്ക് 8 കിലോമീറ്റർ യാത്രയുണ്ട്. കുറച്ചു നേരം അവിടേക്ക് നിന്ന് പോകാം. എപ്പോഴും വന്യമൃഗങ്ങൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കിടങ്ങിന് കരയ്ക്ക് നിന്ന് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് പോകാൻ. അപ്പോൾ ആ കാഴ്ചക്കിടയിൽ ചില പക്ഷികളൊക്കെ മരക്കൊമ്പിലിരിക്കുന്നതും കാണാം. കോന്നിയിൽ നിന്നും അച്ചൻകോവിലേക്ക് പോകുന്ന മനോഹരമായ വനപ്രദേശം, അതിനിബിഡമായ വനപ്രദേശം, വന്യമൃഗങ്ങൾ മേയുന്ന സ്ഥലം, എപ്പോഴും ആനകളും കാട്ടുപോത്തും ഒക്കെ
അച്ചൻകോവിൽ ആറിലേക്ക് വെള്ളം കുടിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് നല്ല വൈബാണ് എല്ലാവരും പറയുന്ന കണക്ക്. ഏതായാലും ഇനി നമുക്ക് ഈ കാഴ്ചകൾ കണ്ടു പോകാം. കാരണം വന്യതയുടെ നമ്മൾ വരുമ്പോൾ മൊത്തം ആനപ്പിണ്ടമായിരുന്നു. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് മണ്ണാറപ്പാറ ഫയർ സ്റ്റേഷന്റെ ആന്റി പോച്ചിങ് സെന്ററിലാണ്. അതായത് കോന്നി ഡിവിഷൻ മണ്ണാറപ്പാറ റേഞ്ച്. അപ്പോൾ നേരെ ചെന്നിറങ്ങുന്നത് ചെമ്പനരുവിയിലേക്കാണ്. വനയാത്രകളുടെ കാഴ്ചകൾ എത്ര റിസ്ക് ആയാലും നമ്മൾ കാണിക്കും. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും നമ്മൾ യാത്ര ചെയ്യും. ഇത് ഏറ്റവും മനോഹരമായ വനപാതയാണ്, അതേപോലെ ഡേഞ്ചർ വനപാതയാണ്. അപ്പോൾ ഗ്രീൻ മണി വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രാ കാഴ്ചകൾ നമുക്ക് കണ്ടു പോകാം അല്ലെ. അപ്പൊ എന്റെ കൂടെ തിരുവനന്തപുരത്ത് നിന്നും എന്റെ എപ്പോഴും സഹയാത്രികനായ എന്റെ സഹോദരൻ രതീഷ് കരമനയുണ്ട്. അപ്പൊ വീഡിയോ എടുക്കുന്നത് നല്ലൊരു ക്യാമറാമാനാണ് മലയിക്കാട്. അപ്പോൾ രതീഷൊക്കെ ആദ്യമായിട്ടാണ് ഈ കലേരി വഴി ഇങ്ങനെ സാഹസിക യാത്രയ്ക്ക് വരുന്നത്. എന്റെ കൂടെ ഒരുപാട് യാത്ര. രതീഷ് എങ്ങനെയുണ്ട്? ആനകൾ ഇങ്ങനെ പിണ്ടിട്ട് പോയിരിക്കുകയാണ്. അതെ, അപ്പോ നമ്മൾ ഏത് നിമിഷവും ഒരു മറവിൽ നിന്ന് ആന നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാം. ആനച്ചൂരടിച്ചുള്ള യാത്ര ഇത്രയും വലിയൊരു യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഈ ഒരു റിസ്ക് ഇങ്ങനെ വന്നിട്ട്. അപ്പോ കൊല്ലവും പത്തനംതിട്ടയും ചേരുന്ന സ്ഥലമാണ് കോന്നി, കല്ലേരി, അച്ചൻകോവിൽ, ചെമ്പനരുവി യാത്ര. മനോഹരമായ യാത്ര, വന്യതയുടെ യാത്ര. അതുവേണ്ടി മഴ സമയത്തൊക്കെ വരുന്ന ഇത്തിരി നോക്കി വരാം, റിസ്ക് ആണ്. ഈ വെള്ളം ഫ്ലോയിങ് ഒക്കെ ഉണ്ട്. നമ്മള് മഴ സമയത്താണ് വന്നത്. ആനകൾ പിണ്ടിട്ടേ പിണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് പോയതേ ഉള്ളൂ. ആനയൊക്കെ സൈഡിൽ നിൽപ്പുണ്ട്. നമ്മളെ കണ്ടിട്ട് പോട്ടെ, കുഴപ്പമില്ല, വിട്ടേക്കുന്നത് പറഞ്ഞായിരിക്കും നിൽക്കുന്നത്. എന്നാൽ ഇനി ഇവിടുന്ന് നമ്മളിപ്പം വന്നിരിക്കുന്നത് ഈ പറയുന്ന മണ്ണാറപ്പാറയിലെ ആന്റി കോച്ചിങ് ക്യാമ്പിലാണ്. അപ്പൊ അവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇനി ഒരു 8 കിലോമീറ്റർ യാത്ര. ഇനിയാണ് ശരിക്കുമുള്ള വന്യമൃഗങ്ങൾ മേയുന്ന സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാട്ടുപോത്തിന് കൂട്ടത്തെ എടുത്തു. ഇന്ന് നമ്മൾ ആനക്കൂട്ടത്തെ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടെ വരുന്ന പലർക്കും അങ്ങനെ ഒരു ആഗ്രഹം വലുതായിട്ടില്ല, പക്ഷെ എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ഒരു യാത്രികനാണ്. സംഭവം കാണുക എന്ന് പറഞ്ഞാൽ കൂട്ടിലിട്ട് കാണുമ്പോഴല്ലോ. അപ്പൊ നമ്മുടെ യാത്രാ കാഴ്ചകളൊക്കെ എന്ന് വെച്ചാൽ എന്തുവാ? ഗ്രീൻ മീഡിയ വിഷൻ യാത്ര എന്ന് പറയുന്നത് ലൈവ്. നമ്മൾ ഒരിക്കലും ഒരു ട്രക്കിംഗ് വാഹനത്തിൽ ഇരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ മൈസൂരിലോ അല്ലെങ്കിൽ ബന്ദിപ്പൂരിലൊക്കെ പോയി ട്രക്കിംഗ് വാഹനത്തിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത്. റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ സുരേഷ് ഏട്ടനൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആനയുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ചാരിയക്കരയിൽ നിന്ന് 2 പ്രാവശ്യം ആന ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വാഹനത്തിന്റെ ബൈക്കിന്റെ ഒക്കെ പുറകിലിരുന്നും ഒക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബൈക്ക് നിർത്തിയിട്ടൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതുവരെ വന്യമൃഗങ്ങളിൽ നിന്ന് അങ്ങനെ പേടിക്കേണ്ട അനുഭവം ഉണ്ടായിട്ടില്ല. ചിലർക്ക് റിസ്ക് ചെയ്ത് അതെ. ഇപ്പൊ നല്ല മഴയാണ്. ഞങ്ങൾ കോട്ടക്ക് പോയി നിൽക്കുന്നേ ഉള്ളൂ. മഴ നനഞ്ഞ് എന്റെ താഴോട്ട് നനഞ്ഞിരിക്കുകയാണ്. എന്നൊക്കെ നമ്മൾ വീണ്ടും അങ്ങോട്ട് യാത്ര തുടരുകയാണ്. കനത്ത മഴയായതിനാൽ അധികം സ്റ്റേ ചെയ്യാതെയാണ് നമ്മുടെ യാത്ര. എങ്കിലും ദൂരെ ചില കാഴ്ചകളും കാണാം. പിടിയാനകളൊക്കെ ഇങ്ങനെ നിന്ന് പുല്ല് തിന്നുന്ന കാഴ്ചയും മനോഹരമാണ്. അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് വനത്തിൽ നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ഈ യാത്രാ കാഴ്ചകൾ നിങ്ങൾക്ക് നിന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു അവസരമല്ല. കാരണം അത്രയ്ക്ക് കഠിനമായ മഴയാണ്. മഴക്കാലം എന്ന് പറഞ്ഞാൽ രൂക്ഷമായ മഴ. ഇടയ്ക്കിടയ്ക്ക് ചാലുകളുണ്ട്. വനത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടത്തിനെയൊക്കെ നമ്മൾ നോക്കി വേണം യാത്ര ചെയ്യാൻ. പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ ചിലപ്പോൾ വെള്ളവും ഉരുളുമൊക്കെ പൊട്ടി വരാൻ സാധ്യതയുണ്ട്. അതായത് ഞങ്ങൾ ഇതിനെയൊക്കെ തരണം ചെയ്ത് മനോഹരമായ കാഴ്ചകളൊക്കെ പകർത്തി ഇങ്ങനെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയാണ്. ഏതായാലും നമ്മുടെ യാത്രാ കാഴ്ചകൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി നിരവധി വനയാത്രകളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിരവധി ആൾക്കാർ കാണുന്നുണ്ട്. അവരെല്ലാം നല്ല കാഴ്ചകളാണെന്ന് പറയുന്നുമുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വനയാത്രകളുടെ സാഹസിക യാത്രകളുടെ കാഴ്ചകൾ തന്നുകൊണ്ടിരിക്കുന്നത്. ആനകളൊക്കെ ഇറങ്ങിപ്പോയ വഴിത്താരയിൽ കൂടിയാണ് യാത്ര. ഏതായാലും ഇന്ന് നമുക്ക് നല്ലൊരു യാത്രയായിരുന്നു. മഴക്കാലമായതിനാൽ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ അടുത്ത മനോഹരമായ കാഴ്ചയുമായി വീണ്ടും എത്തുന്നതായിരിക്കും.